മറ്റാരുമല്ല, വിക്രമാണ്. ജയനന്ത് തമാശ പറയണോ? തമാശയല്ല, സത്യം. ജന്മം നൽകിയ അച്ഛൻ വരെ എന്നെ തള്ളി പറഞ്ഞപ്പോ വിക്രം മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. റോഡരികിൽ കുത്തേറ്റ് കിടന്നപ്പോഴും എന്റെ ജീവൻ രക്ഷിക്കാൻ ഈ പറഞ്ഞ വിക്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജഗ, ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഒന്നും നമുക്ക് വേണ്ട. വന്ദനെ, ഈ വീട്ടിലെ മുഴുവൻ ചെലവുകൾ നോക്കേണ്ട ബാധ്യത ഇപ്പൊ എനിക്കാ. ഒരു ജോലിയും കൂലിയില്ലാതെ ഞാനത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും? എന്ത് കാര്യവും നല്ലതുപോലെ ആലോചിച്ച് വേണം ചെയ്യാൻ. ആകെ വഴിമുട്ടി നിന്ന സമയത്താണ് ഇങ്ങനെയൊരു ഓഫർ വന്നത്. ജഗ, അയാൾ ഒന്നൊന്നര ക്രിമിനലാണ്. വർഷയെ കാണാതായതിന്റെ പിന്നിലും ഇയാൾ തന്നെയാണ്. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. വന്ദന പറഞ്ഞതുപോലെ വർഷയെ അപകടപ്പെടുത്തിയത് അയാളായിരുന്നുവെങ്കിൽ വർഷയെ തിരക്കി അയാൾ ഇങ്ങനെ ഒരു ഭ്രാന്തനെ പോലെ അലിവായിരുന്നു. ജഗ, നമുക്ക് അയാളുമായിട്ട് ഒരു കൂട്ടുകെട്ടും വേണ്ട. ജഗ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. 30 ലക്ഷം രൂപയോ മുതൽ മുടക്ക്? ഇതെവിടുന്ന് സംഘടിപ്പിക്കാനാ? ഏട്ടൻ എന്താ ചോദിച്ചേ? ഇതെങ്ങനെ സംഘടിപ്പിക്കുമെന്നോ? എന്റെ ഈ പുതിയ ബിസിനസ് ഉള്ള പണം ഞാൻ വാങ്ങാൻ പോകുന്നതേ പ്രകാശേട്ടന്റെ കയ്യിൽ നിന്നാ. എന്റെ കയ്യിൽ നിന്നോ? നിനക്കെന്താ വട്ടുപിടിച്ചോ? എന്റെ കയ്യിൽ എവിടുന്നാടാ പണം? എവിടുന്നാന്നോ? പ്രകാശേട്ടാ, വെറുതെ തമാശ കളിക്കാൻ നിക്കല്ലേ. എന്റെ ഈ ബിസിനസ് പ്രോജക്റ്റിനുള്ള 30 ലക്ഷം രൂപ പ്രകാശേട്ടൻ ഈ പുതിയ വീട് പണയം വെച്ച് തരണം. 30 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരണോ? അതിന് വെച്ച വെള്ളേ മോനങ്ങ് ഇറക്കി വെച്ചേക്ക്. ആ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയിരിക്കും. എന്നെ കൊന്നാലും ശരി, ഞാൻ നിനക്ക് 5 പൈസ തരില്ലടാ. എന്നാ കേട്ടോ, നിങ്ങളെ കൊന്നിട്ടാണേലും ശരി, ഞാൻ ഈ പൈസ വാങ്ങിയിരിക്കും. രാത്രി വഴിയിലൊക്കെ തെരുവ് നായ്ക്കളുടെ ശല്യമുണ്ട്. അതുകൊണ്ട് വെറുതെ കോമഡി പറഞ്ഞു നിൽക്കാതെ മോൻ വേഗം വീട് പിടിക്കാൻ നോക്ക്. എന്തായാലും കൊള്ളാം, നല്ല ഐശ്വര്യമുള്ള വീട്. ഈ വീട്ടിൽ കാലു വച്ചപ്പോ തന്നെ കോടികളല്ലേ വരാൻ പോകുന്നത്. പ്രകാശേട്ടാ, നിങ്ങൾക്കിത് എന്തു പറ്റി? നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നേ? എടീ, ഇനി മുതൽ ഈ പ്രകാശൻ വെറും പ്രകാശനല്ല, കോടീശ്വരനായ പ്രകാശന. കോടീശ്വരനായ പ്രകാശൻ. പ്രകാശേട്ടാ, ഏതായാലും നല്ല തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്ക്. അപ്പോ ഇതൊക്കെ അങ്ങ് മാറിക്കോളും. സാരമില്ല, പണം കയ്യിൽ വരുമ്പോ അതൊക്കെ അങ്ങ് മായും. നല്ല ഐശ്വര്യമുള്ള വീട്. എടി, നമ്മുടെ സ്വത്തിന്റെ എല്ലാം പകുതി അവകാശമായി വന്നിരിക്കുന്നേ. കുറച്ച് വൈകിയെങ്കിലും ഇദ്ദേഹം വന്നത് എനിക്ക് വലിയ ആശ്വാസം. നിനക്കറിയാലോ, കുറച്ച് നാളായിട്ട് താങ്ങാനാവാത്ത സ്വത്തിന്റെ ഭാരം കൊണ്ട് വല്ലാതെ വീർപ്പൂട്ടുകായിരുന്നു ഞാൻ. ഇനി ഏതായാലും സ്വത്തിന്റെ പകുതി ഭാരം അതെടുത്ത് പ്രകാശന്റെ തോളത്ത് ഇറക്കി വെക്കാലോ.
ഓ, ആലോചിക്കുമ്പോ തന്നെ എന്തൊരാശ്വാസം. സംഗീതേ, നീ എന്തെങ്കിലും മിഴിച്ചു നിൽക്കുന്നേ? അതിഥി ദേവോ ഭവ എന്ന് കേട്ടിട്ടില്ലേ? ഇന്ന് നമ്മുടെ അതിഥി ആരാ? സാക്ഷാൽ പ്രകാശൻ. അപ്പോ അതിഥിയെ വേണ്ട വിധം സൽക്കരിക്കണം, ശരിയല്ലേ? അപ്പോ ആദ്യം പ്രകാശൻ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. ചായയോ കാപ്പിയോ കൂൾ ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും വെൽക്കം ഡ്രിങ്ക്. ഉച്ചയ്ക്ക് കൊട്ടാര സദ്യ കൊടുക്കാം നമുക്ക്. ഈ പ്രകാശനെ ജനിച്ചേ പിന്നെ കൊട്ടാര സദ്യ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ആ അമ്മു അവിടെ, അവളോട് സദ്യ ഒരുക്കാൻ പറ. ആ പിന്നെ ഇന്ന് പായസം 4 നിർത്തേണ്ട, 5 ആയിക്കോട്ടെ. സാധാരണ കൊട്ടാരത്തില് 4 പായസങ്ങളാ പതിവ്. ഇന്നെന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം സ്പെഷ്യൽ ഡേ അല്ലേ? 5 ആയിക്കോട്ടെ. എവിടെ അമ്മു? വിളിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. അമ്മോ, അമ്മു മാർക്കറ്റിലേക്ക് പോയിരിക്ക. അല്ല, ചായ ഞാനെടുക്കാം. ആയിക്കോട്ടെ. പ്രകാശന് അമ്മായി വർമ്മയുടെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ ചായ.